ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തൊരു പിടി ചെറിയുള്ളി ഇടുക. ഇതൊരു 200 ഗ്രാം ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ഗ്ലാസ് കളർ ആവുന്ന രീതിയിൽ. ചെറിയുള്ളി ഇനി എക്സ്ട്രാ ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് 2 തക്കാളി കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതും നല്ല വെന്തുടഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മളിപ്പോൾ വഴറ്റി വെച്ചില്ലേ, ഈ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് 3ഉം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ചട്ടി ചൂടാക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കുക കേട്ടോ. അത് രണ്ടും പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇവിടെ ഒരു ഫുള്ള് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. അത് നന്നായിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർക്കുക. ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഉണ്ടാവുമല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു ചെറിയ നെല്ലിക്ക സൈസിലുള്ള പുളിയാണ് കേട്ടോ ഞാൻ പിഴിഞ്ഞെടുത്തേക്കുന്നത്. ആദ്യം തന്നെ എല്ലാ പുളിയും കൂടെ ആഡ് ചെയ്യേണ്ട, അപ്പം ചിലപ്പോൾ പുളി കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഉപ്പ്, കറിവേപ്പില, അതുപോലെ ഫിഷ് മസാല ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഫിഷ് മസാലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതൊരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി തിളയ്ക്കുന്നത് വരെ ഇത് വയ്ക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച മീനുണ്ടല്ലോ, അപ്പം നമുക്ക് ആ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഏകദേശം കറിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കാം. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പാടില്ല, സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഇളക്കിയാൽ മതി. പിന്നെ നന്നായി ഇവിടെ തിളച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് കറി എടുത്ത് മാറ്റി വയ്ക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ watching.